ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അരിപ്പൊടി വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പത്തിരി നൂലപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗോതമ്പ് പൊടി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇതിന് പകരം മൈദ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇവിടെ 3 ക്യൂബ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങളെടുക്കുന്ന അരിപ്പൊടി വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് ശർക്കരയിലേക്ക് വെള്ളം ചേർത്തിട്ട് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഞാൻ 2 കപ്പ് വെള്ളമാണ്, 250 ml കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള അരിപ്പൊടി പുതിയ അരിപ്പൊടിയാണ്. അപ്പോൾ എൻ്റെ വെള്ളത്തിൻ്റെ അളവ് എനിക്കറിയില്ല, അതുകൊണ്ടാണ് 2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് 2 കപ്പ് വെള്ളം ഒഴിച്ചത് ശർക്കരപ്പാനിയുടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തൊന്ന് മാറ്റാം. ഇനി ഞാൻ ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 250 ml കപ്പിലാണെങ്കിൽ 1/2 കപ്പ്, 125 ml കപ്പിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം വരുന്ന കറുത്ത എള്ളാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ മാത്രം മതി. എന്നിട്ട് ഇത് ഫ്ലെയിം ഓഫാക്കി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി മാവിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ ഒന്നായിട്ട് ഒഴിക്കണ്ട, നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ആ മാവിൽ എത്ര ശർക്കരപ്പാനി വേണം എന്നുള്ളത് നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു വിസ്കോ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാം. ഈ രീതിയിൽ നിങ്ങൾ ഉണ്ണിയപ്പം തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ണിയപ്പവും റെഡിയായി വരും. കുറച്ച് കുറച്ച് ശർക്കരപ്പാനി ചേർത്തിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി ശർക്കരപ്പാനി വേണം, അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കറുത്ത എള്ളും കൂടി വറുത്തത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളെടുക്കുന്ന ശർക്കരപ്പാനിക്ക് ഉപ്പ് ഇല്ലാത്തതാണെങ്കിൽ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിതിൽ ഈ എടുത്തിരിക്കുന്ന ശർക്കര ചെറിയൊരു ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഏലക്കയുടെ ചതച്ചതാണ്, 4 ഏലക്ക ചതച്ചതാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കുക. പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ തേങ്ങ വറുത്ത് ചേർക്കുമ്പോൾ ഉണ്ണിയപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇടയിലൊക്കെ നന്നായിട്ട് കഴിക്കാൻ കിട്ടും, നല്ല ടേസ്റ്റായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. ഒരു ചൂട് കട്ടൻ ചായക്കൊപ്പമൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇപ്പോൾ നോക്കാം, ഇതാണ് ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി. 2 ടേബിൾ സ്പൂൺ നമ്മൾ റവ ചേർത്തിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, അത് തിക്കായി വരുമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പം ഞാൻ ഇതേപോലെ ഒരു ഉണ്ണിയപ്പം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ സാധാരണ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിലിൽ വെളിച്ചെണ്ണയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് ആവശ്യത്തിന് കോരി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് അപ്പസോഡ ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട്. നിങ്ങളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 2 പിഞ്ച് അപ്പസോഡ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇതെൻ്റെത് ഒരുപാട് പൊങ്ങി വന്നിട്ടില്ല, എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പുറം അരിപ്പൊടി ആയതുകൊണ്ട് പുറം കുറച്ച് ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിത് ചേർക്കാൻ മറന്നുപോയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 2 പിഞ്ച് അപ്പസോഡ ചേർത്ത് കൊടുക്കണം. ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ 2 പിഞ്ച് അപ്പസോഡ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇത് ഞാൻ ആദ്യം മറന്നതുകൊണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പസോഡ ചേർക്കാതെയാണ് അത് റെഡിയാക്കി എടുക്കുന്നത്.
ഒരു ഭാഗം ആകുമ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു അല്പം കൂട്ടി വെച്ചാൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിലും വെച്ചത് ഉണ്ടാക്കരുത്. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇപ്പോൾ 2 ഭാഗം ആവുന്ന സമയത്ത് ഇതേപോലെ നമുക്കൊരു അരിപ്പയിലേക്ക് കോരിയെടുക്കാം. വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ഇതേപോലെ ഞാൻ മുഴുവനും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. പുറം കുറച്ച് ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, നല്ല പൊടിയായിട്ട് നല്ല ആരെടുത്തിട്ടുള്ള നല്ല അടിപൊളി ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.